ഹലോ എവറി വൺ വെൽക്കം. സോ ഇന്ന് ഞാൻ ഡിയസേറയുടെ ഒരു ചെറിയൊരു ഹംബൽ റിവ്യൂ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഇന്നലെയാണ് ഞാൻ പോയിട്ട് ഫിലിം കണ്ടത്. ഡിയസേറ എന്ന് പറയുന്നത് ദ ഡേ ഓഫ് റാത്ത് എന്ന് പറയുന്നത് ഒരു മെഡീവൽ ഹിമ്മാണ്, മെഡീവൽ കീർത്തനമാണ്. അത് ഓഫ് കോഴ്സ് സിംബലൈസ് ചെയ്യുന്നത് ഡെത്തിനെയാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് റെക്യൂം ഫോർ ദ ഡെഡ്, മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കീർത്തനമാണത്. അപ്പോൾ ആ കീർത്തനത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഗ്ലൂം, ഫിയർഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടോൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ മ്യൂസിക് എലമെന്റ് തന്നെയാണ് ഈ മൂവിയുടെ നട്ടിൽ എന്ന് പറയുന്നത്. ആ മൂവിയുടെ ടൈറ്റിലും അത് തന്നെയാണ്. റാത്ത് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് നടത്തുന്നത്, വിധി നടത്തുന്നത് ആരായിരിക്കും എന്നൊരു ചോദ്യം ഇവിടെ ഈ ഒരു മൂവി തരുന്നുണ്ട്. അത് പുറമേയുള്ള ആൾക്കാരാണോ, പോയവരാണോ, വന്നവരാണോ, ഉള്ളിലുള്ള തന്നെ ചിന്തകളാണോ, സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണോ, അങ്ങനെ കുറെ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. എനിവേ, സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു ഫിലിം തന്നെയാണ്. വിഷ്വലി മോറോവർ സൗണ്ട് വൈസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഇഫക്റ്റ് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് തന്നെ മൂവി കാണണം. എല്ലാവരും കൂടെ പോയി കാണണമെന്ന് ഞാൻ പറയില്ല. ഓഫ്കോഴ്സ് മൂവിയിൽ ടെറർ എലമെന്റ്സും ഉണ്ട്, ഹൊറർ എലമെന്റ്സും ഉണ്ട്. നമുക്ക് ന്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ പേടിപ്പിക്കും അത്തരം വിഷ്വൽസ്. ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ, ചെറിയ കുട്ടികളല്ല, ഇച്ചിരി ട്രൊമാറ്റിക് ആയിട്ട് പെട്ടെന്ന് എഫക്റ്റ് ആവുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് റെക്കമെൻഡബിൾ. ടീസറിൽ പ്രണവ് മോഹൻലാലിന്റെ ആക്ടിങ് ഗംഭീരമായിട്ട്, പ്രണവ് മോഹൻലാൽ മാത്രമല്ല അതിൽ ഒരു എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മികച്ചതായിട്ട് ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവന്റെ ഒരു മോഡസ് ഓബ്രാൻഡി അങ്ങനെയാണല്ലോ, ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്, ലിമിറ്റഡ് പ്രോപ്പർട്ടീസ്, ലിമിറ്റഡ് തിങ്സ്, ബട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് എഫക്ട്. അതിനാണ് ഈ മൂവി എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു ഹൊറർ ഫിലിം അല്ല. അങ്ങനത്തെ ഒരു ഫിലിമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു ഫാസ്റ്റ് പേസ് ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഫിലിം അല്ല. ഇതിനൊരു സ്ലോ പേസ് ആണുള്ളത്. ഇറ്റ് ടേക്സ് ടൈം ഫോർ us ടു മൂവ് അലോങ് വിത്ത് ദ ക്യാരക്ടർ. മൂവിയുടെ എൻഡ് ഒബ്വിയസ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ബോധ്യം ഓഫ് കോഴ്സ് ഇത്രയും മികച്ച സിനിമ ചെയ്തിട്ടുള്ള സംവിധായകനും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു ചോദ്യം ഇട്ടിട്ട് തന്നെയായിരിക്കും പുള്ളിക്കാരൻ പോയിട്ടുണ്ടായിരിക്കും. ഡേസർ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഒരു കല ആസ്വാദക എന്ന രീതിയിൽ അതിന്റെ എൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചില കാര്യങ്ങൾ എല്ലാം കലയിൽ പറയാതെ പോകുന്നതാണ് അതിന്റെ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് പോകുന്ന ഒത്തിരി നോവൽസും മൂവീസ് തന്നെ ഉണ്ട് ഒത്തിരി. സോ അതുപോലെ തന്നെ എല്ലാം ജസ്റ്റിഫൈ ചെയ്ത് പറയാൻ ഇത് രാത്രി കാണുന്ന ക്രൈം സ്റ്റോറി ഒന്നല്ലല്ലോ, ഇതൊരു സിനിമ കൂടിയാണ്, ഇതൊരു കല കൂടിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട്, അവശേഷിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറയാനായിട്ടുള്ള സിനിമാറ്റോഗ്രഫി കൊള്ളാം, വിഷ്വൽസ് കൊള്ളാം, വീട് ഗംഭീരമായിട്ടുണ്ട്. ആ വീട്, പ്രണവ് മോഹൻലാലിന്റെ വീട്, സിൻസ് ഹീസ് പുള്ളിക്കാരന്റെ ജോബുമായിട്ടും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ടും ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള വീട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് വൈസ് ഇറ്റ്സ് ഗുഡ്. സൗണ്ട് ഞാൻ പറഞ്ഞു, 2-3 പറഞ്ഞെന്ന് തോന്നുന്നു. സൗണ്ടാണ് അതിന്റെ ഒരു മെയിൻ നട്ടെല്ലെന്ന് പറയുന്നത്. പിന്നെന്താ പറയാനുള്ള, വേറെ പിന്നൊന്നും പറയാനായിട്ടില്ല, ഇത്രയൊക്കെ തന്നെ പറയാനായിട്ടുള്ളൂ. സോ എന്തായാലും പോയിട്ട് കാണുക. പിന്നെ കാണാൻ ഈ മൂവി അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള, ഡെലിവർ ചെയ്തിട്ടുള്ള ഈ ഒരു ടൈം പീരിയഡ് വളരെയധികം ക്രൂഷ്യലും കൂടിയാണ്. കാരണം നവംബർ മന്ത് ആണ്. നവംബർ മന്ത് ഇസ് ഒബ്വിയസ്ലി ഒരു സോംബർ മൂഡാണ്. ഓൾ മന്ത് ഇസ് കൺസിഡർഡ് ആസ് എ ട്രിബ്യൂട്ട് ടു ദ ഡെഡ് ആൻഡ് ദ സോൾ and all that. കുറെ ഇങ്ങനെ ഹോണ്ടിങ് ഫീലിംഗ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ ഈ മൂവി ഇറക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് മിസ്റ്റർ രാഹുൽ സദാശിവൻ. സോ എനിവേ, എൻജോയ് ദ ഫിലിം ആൻഡ് ദെൻ കമന്റ്. ഓക്കെ, ബൈ.